ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നെറ്റിയിൽ ഞാനീ പറയുന്ന ചില ലക്ഷണങ്ങളുള്ളവർ ഉറപ്പായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അതുപോലെ ചിലർക്ക് നെറ്റിയിൽ ലക്ഷണം കാണണമെന്നില്ല, ചിലർക്ക് അവരുടെ കൈരേഖയിലാണ് ചില സൂചനകൾ കാണുന്നത്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് അത് ഏതൊക്കെ സൂചനകളാണ്? ചിലരുടെ വീട്ടിൽ ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്നുള്ളതാണ്. അതെ, ഏതൊക്കെ ലക്ഷണങ്ങളാണ്? ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ശിവഭഗവാൻ വഴിപാട് ചെയ്യുമ്പോൾ ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകും, അല്ലെ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കും. അതെന്താണ്? അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരെ കാണിക്കുന്ന എല്ലാവിധ ലക്ഷണങ്ങളും പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവ്യ മുഹൂർത്തമായിരിക്കും. ഇതെല്ലാവരും അറിയുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും, വിശകലനം ചെയ്യുന്ന ആ രീതി പറയും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യന്തരം, വിളിക്കേണ്ട ദേവത അതെല്ലാം ഞാൻ പറയും. പിന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട നല്ല രീതിയിലുള്ള വഴിപാടുകളും സ്വയം ചൊല്ലാവുന്ന പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ളവരെല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. വിശദമായിട്ട് പറഞ്ഞുതരാം. നെറ്റിയിൽ ചില ലക്ഷണങ്ങൾ ഉള്ളവർ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം. ഇനി ചിലർക്ക് നെറ്റിയിൽ ലക്ഷണം കാണണമെന്നില്ല, അവർക്ക് മറ്റ് കൈരേഖകളിലായിരിക്കും. അല്ല, ചിലർക്ക് ചില വീടുകളിൽ അവരുടെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ വീടുകളിൽ ചില ലക്ഷണങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലർക്ക് ചില ലക്ഷണങ്ങൾ കാണിക്കും. ഇതെല്ലാം വഴിയെ പറഞ്ഞുതരാം. ആദ്യം നെറ്റിയിലെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നെറ്റിയിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ നെറ്റിയിൽ കാണുന്ന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ, ഈ നെറ്റിയുടെ ഏകദേശം മധ്യഭാഗം കണ്ട് ഒരു ലോങ് ആയിട്ടുള്ള ഒരു വര കാണും. ശ്രദ്ധിച്ചാൽ നീളത്തിലുള്ള ഒരു വര, ലോങ് ആയിട്ട് നെറ്റിയുടെ മധ്യത്തിലായിട്ട്. ഇനിയും അത് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ കാണുന്ന ഒരു ലക്ഷണമാണ്. ചിലർക്ക് മറ്റു ചില ലക്ഷണമായിരിക്കും കാണുന്നത്. ചിലർക്ക് 2 വരയായിരിക്കും കാണുന്നത്, ചിലർക്ക് 3 വര, ചിലർക്ക് 4 വര. 2, 3, 4 ഈ വരകളുള്ളവരൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. 5 വര അത് നല്ലതാണേൽ പോലും 5 വര അത്ര ഒരു ഗുണകരം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. 2, 3, 4 ഈ 2 വര അല്ലെങ്കിൽ 3 വര അല്ലെങ്കിൽ 4 വര ഇത് ഉള്ളവർ ഭഗവാന്റെ നല്ല അനുഗ്രഹം ഉള്ളവരാണ്. ഇനിയും ചിലർക്ക് നെറ്റി ചിലപ്പം കുഴിഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ നെറ്റി കുഴിഞ്ഞ് കാണുന്നവരെ അവർക്ക് ദൈവാധീനം അല്പം വരുത്തേണ്ടതായിട്ടുണ്ട്. സാമാന്യ നെറ്റിക്ക് അല്പം കുഴിവുണ്ട്, പക്ഷെ സാമാന്യത്തിൽ കൂടുതൽ കുഴിവ് ചിലർ നെറ്റി കാണും. അവർക്ക് സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും ശ്രദ്ധിക്കണം. മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർ ശിവപ്രീതിക്ക് വേണ്ടി തിങ്കൾ, ശനി, ചൊവ്വ ഈ ദിവസങ്ങളിൽ ഭഗവാൻ ഒരു നെയ്വിളക്ക് മാത്രം പോലും രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നല്ലതാണ്. പിന്നെ ഒരു കൂവളത്തിൽ അർച്ചനയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു ആപത്തിലും പെടാതെ ജീവിതത്തിൽ നല്ല സമ്പത്തും വന്നു ചേരുമെന്നുള്ളതാണ്. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച പിടിപ്പണവും ചില്ലറയോ നോട്ടോ, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടുംബായുസോ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ആവർത്തിക്കുന്നത് നല്ലതാണ്. ഇനിയും ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന മറ്റൊരു ലക്ഷണം, അവർക്ക് രഹസ്യമായ മന്ത്രങ്ങൾ കിട്ടും. അത് ചിലപ്പം എവിടുന്നെങ്കിലും രഹസ്യമായ ചില ശിവമന്ത്രങ്ങൾ കിട്ടും, ചില ശിവവിദ്യകൾ കിട്ടും. അത് അവരെ തേടി വരും. അതാണ് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് അവരിൽ കാണുന്ന മറ്റൊരു ലക്ഷണം. കാരണം അങ്ങനെയുള്ള ചില ഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന മറ്റൊരു പ്രധാന ലക്ഷണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കൈകളിൽ ഈ പുരുഷന്മാരുടെ വലതു കൈയും സ്ത്രീകളുടെ ഇടതു കൈ കൊണ്ടും ചിന്തിച്ചോണം. ഞാനിപ്പോൾ എൻ്റെ വലതു കൈയാണ് കാണിക്കുന്നത്. വീഡിയോ ചിലപ്പോൾ ഇടതു കൈയായിട്ട് തോന്നും, അത് വീഡിയോയിൽ എങ്ങനെ കാണുന്ന
പറയുന്ന കേട്ടാൽ മതി. എൻ്റെ വലത് കൈ കാണിക്കുന്നത്. പുരുഷന്മാരുടെ വലത് കൈ കൊണ്ടും ചിന്തിക്കണം, സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ചിന്തിക്കണം. പുരുഷന്മാരുടെ വലത് കൈയിൽ നടുവിരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം. ഈ ശനിമണ്ഡലത്തിന് താഴെ ഒരു ശൂലം ആകൃതിയിൽ രേഖ കാണും. ശൂല ആകൃതിയിൽ ഒരു രേഖ കാണും. അങ്ങനെയുള്ളവരും ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അത് പുരുഷന്മാർക്ക് വലത് കൈയിലും സ്ത്രീകൾക്ക് ഇടത് കൈയിലും കാണുമെന്നുള്ളതാണ്. അങ്ങനെ രേഖയുള്ളവർ ഉറപ്പാണ് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനിയും ചിലർക്ക് ഈ രേഖ കാണുന്നത് തന്നെ ഈ ഭാഗത്തായിരിക്കും, കൈയുടെ ഈ ചന്ദ്രമണ്ഡലത്തിലായിരിക്കും. ഇത്രയും ഭാഗമാണ് ചന്ദ്രമണ്ഡലം. ഇവിടെ ആയിരിക്കും ശൂലാകൃതി രേഖ കാണുന്നത്. അതും ഭഗവാന്റെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്. ഇനി ചിലർക്ക് ഇത് കണ്ടോ, ഈ കൈയുടെ ഇവിടെ ഒരു വൃത്തം പോലെ കാണും. ഇതിനെ യവചിഹ്നം എന്നാണ് പറയുന്നത്. യവചിഹ്നം ഇങ്ങനെ ഒരു വൃത്തം പോലെ കാണുന്നില്ലേ ഈ കൈയുടെ മടക്കിന്റെ അവിടെ, അത് വ്യക്തമായിട്ട് ഇങ്ങനെ കാണും. അത് യവചിഹ്നം എന്ന് പറയുന്നത്. അതുള്ളവരും ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇനിയും കേതൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വരും. ഈ കേതൂർ മണ്ഡലത്തിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ നേർരേഖ ചില ആളുകൾക്ക് കാണും. അങ്ങനെ ഒരു രേഖയുള്ളവരും ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനിയും ചിലരുടെ വീട്ടിൽ എരിക്ക് കാണും, ചിലപ്പോൾ കൂവളം കാണും. എരിക്ക്, കൂവളം ഇതൊക്കെ വീട്ടിൽ കാണുന്നവരും ശിവകൃപയുള്ളവർക്കേ അത് അവർ നട്ടാലും വളർന്നു വരത്തുള്ളൂ, അല്ലാത്തവർക്ക് വളർന്നു വരത്തില്ല, അത് നശിച്ചു പോകും. അവര് വീട്ടിൽ എരിക്ക്, കൂവളം ഇതൊക്കെ ഉള്ളവരും ശിവകൃപയുള്ളവരാണ്, യാതൊരു സംശയവും വേണ്ട. ഇനിയും ചിലരുടെ കയ്യിൽ തേണ്ട ഈ ഭാഗത്തായിട്ട് തേണ്ട ഈ ഭാഗം ഇങ്ങനെ റാ പോലെ ഒരു രേഖ കാണും. ഒന്നുകൂടെ നിങ്ങൾക്ക് തേണ്ട ഈ ഭാഗത്തായിട്ട്, കൈയുടെ തേണ്ട ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ റാ പോലെ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കാം. കൈയുടെ തേണ്ട ഈ ഭാഗത്ത് ഇങ്ങനെ റാ പോലെ അർദ്ധവൃത്താകൃതി ഒരു രേഖ കാണും, റാ പോലെ. ഇത് ഇൻഡ്യൂഷൻ ലൈൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും ഒക്കെ സാധിക്കുമെന്നാണ് ഹസ്തരേഖാശാസ്ത്രത്തിൽ പറയുന്നത്. ഇങ്ങനെ റാ പോലെ രേഖയുള്ളവര് ആ ഭാഗത്ത് ഈ ഭാഗത്ത് കണ്ടല്ലോ, ഇങ്ങനെ റാ പോലെ ഇങ്ങനെ കാണും. അങ്ങനെയുള്ളവരും ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. ഇനിയും ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, അവർ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ശിവഭഗവാനെ എത്ര ഭക്തിയോടെ തൊഴുന്നോ, എത്ര സ്നേഹത്തോടെ തൊഴുന്നോ, എത്ര ആദരവോടെ തൊഴുന്നോ, അത്രയും ഭക്തിയോടെ, അത്രയും സ്നേഹത്തോടെ, അത്രയും ആദരവോടെ നന്ദീശ്വരനെയും നാഗരാജാവിനെയും ഒക്കെ വണങ്ങാൻ അവരുടെ മനസ്സിൽ തോന്നും. അങ്ങനെയുള്ളവർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ചെന്ന ഉടനെ ശിവഭഗവാനെ എപ്പം വിളിച്ചാലും അമ്മ പാർവതി ദേവിയെ കൂടെ വിളിക്കാൻ ചിലരുടെ മനസ്സിൽ തോന്നും. അവരും ശിവകൃപ ഉള്ളവരാണ്, യാതൊരു സംശയവും വേണ്ട. ഇനിയും ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം വഴിപാട് ചെയ്യുമ്പം ചിലർക്ക് ഭഗവാന് ജലധാര ചെയ്യണമെന്ന് എപ്പോഴും മനസ്സിൽ തോന്നും. അതുപോലെ തന്നെ ഭഗവാന് ചിലർ രുദ്രാക്ഷമാല കൊണ്ട് സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭഗവാന് കൂവളത്തിൽ അർച്ചന ചെയ്യുന്നവർ, കൂവളത്ത് മാല സമർപ്പിക്കുന്നവർ, അതുപോലെ തുമ്പപ്പൂ സമർപ്പിക്കുന്നവർ, ഭസ്മം സമർപ്പിക്കുന്നവർ, ഇവരെല്ലാം ശിവകൃപ കൂടുതലുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ തോന്നത്തുള്ളൂ. ശിവൻ എല്ലാ വഴിപാടുകളും ഇഷ്ടം തന്നെയാണ്, പ്രിയം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതീവ പ്രിയമാണ്. അതായത് ചിലർക്ക് പാൽപ്പായസം ചെയ്യാൻ തോന്നും ഭഗവാന്, പിന്നെ പിൻവിളക്കം ചെയ്യാം. എന്ത് ചെയ്താലും പിൻവിളക്കൂടെ ചെയ്യണം പാർവതി ദേവിക്ക്. ഇതൊക്കെ ചിലർക്ക് മനസ്സിൽ കൂടുതലായിട്ട് തോന്നും. ഭഗവാൻ ഒരു പാൽപ്പായസം കൊടുക്കാൻ തോന്നും, എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ പിൻവിളക്കൂടെ ചെയ്യണം കേട്ടോ, അതും മനസ്സിൽ തന്നെ തോന്നും. പാൽപ്പായസം ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നും. അതുപോലെ ഒരു കദളിപ്പഴം ഭഗവാന് കൊടുക്കാൻ തോന്നുക, കൂവളത്തിൽ അർച്ചനയോ കൂവളത്ത് മാലയോ കൊടുക്കാൻ തോന്നുക, ജലധാര കൊടുക്കാൻ തോന്നുക, രുദ്രാക്ഷം ഭഗവാന് സമർപ്പിക്കാൻ തോന്നുക. ഞാനിത് പറയുന്നത് ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒരാൾ ചെന്നൈയിൽ നിന്ന് വന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് രുദ്രാക്ഷം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് വന്ന അദ്ദേഹം നല്ല പ്രായമുള്ള ഒരു ആളാണ്, വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം, റിട്ടയർഡായി. അപ്പം അദ്ദേഹത്തിന് നേപ്പാളിൽ നിന്ന് ഏതാണ്ട് അദ്ദേഹത്തിന് സുഹൃത്ത് ബന്ധം വഴിയോ ഏതാണ്ട് രുദ്രാക്ഷം ഏതാണ്ട് കിട്ടിയതാണെന്ന് പറയുന്നു. അങ്ങനെ കുറേ രുദ്രാക്ഷമാണ്, നല്ല രുദ്രാക്ഷമാണ്. അത് എനിക്കിവിടെ രുദ്രാക്ഷം കൊണ്ട് തന്നു. പക്ഷെ ഞാനത് ആർക്ക് കൊടുത്തെന്ന് അറിയാവോ? ഏറ്റുമാനൂരപ്പന് കൊടുത്തു. അത് അന്ന് എനിക്ക് അങ്ങ് തോന്നി, അത് സംഭവിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഇന്നടത്ത് കൊടുക്കണം. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ തോന്നത്തുള്ളൂ.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ തോന്നുക, അതൊക്കെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. സത്യസന്ധമായ കാര്യമാണ് ഞാനീ പറയുന്നത്. പിന്നെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർ അപ്പനെയും അമ്മയും മാതാവിനെയും പിതാവിനെയും എപ്പോഴും പിതൃഭക്തി ഉള്ളിലുള്ളവരൊക്കെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക, അവരെ വന്ദിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക, അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കുക, ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെ. അങ്ങനെയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അങ്ങനെ ശിവകൃപ ഉള്ളവരായതുകൊണ്ടാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഈ ശിവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാൻ സാധിക്കുന്നതും അവർക്കൊക്കെ കേൾക്കാൻ സാധിക്കുന്നതും ഒക്കെ ആ ശിവകൃപ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ കുട്ടികളോട് കരുണ കാണിക്കുക, പ്രായമുള്ളവരോട് കരുണ കാണിക്കുക, അശരണരോട്, ആരും സഹായിക്കാനില്ലാത്തവരോട് കരുണ കാണിക്കുക, ഇതൊക്കെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ അന്നദാനം നടത്താനുള്ള മനസ്സ്, അതും ശിവകൃപയുള്ളവർക്ക് എപ്പോഴും ഉണ്ടാകും. അന്നദാനം നടത്താനുള്ള, ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റുള്ള ആഹാരം ആവശ്യം ഉള്ള ആർക്കാണോ അവർക്ക് അന്നദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് ആർക്ക് വേണേലും ചെയ്യാം. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലും ചെയ്യാം, അല്ലാതെ ആവശ്യമുള്ളവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അന്നദാനം നടത്തുക, ഇതിനൊക്കെ ഉള്ളൊരു മനസ്സും ശിവകൃപയുള്ളവരിൽ കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ പ്രകൃതിയോടുള്ള സ്നേഹം, ഈ ശിവകൃപയുള്ളവരിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അവർക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ഇപ്പൊ ഇച്ചിരി കാടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇച്ചിരി നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവർ വളരെ പ്രിയങ്കരമായിരിക്കും. മാത്രമല്ല ഇപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾക്ക് വെള്ളമൊഴിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക, സഹജീവികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടുമുള്ള സ്നേഹം ശിവകൃപയുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അത് ഭഗവാന്റെ കൃപയുള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയില്ലേ പോലും അവർ ശിവകൃപയുള്ളവരാ. പിന്നെ സത്യം പാലിക്കുന്നവർ, അത് ഞാൻ എടുത്തു പറയട്ടെ, ഹൃദയത്തിൽ നിന്ന് സത്യം പാലിക്കുന്നവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, ആ ജോലിയിൽ 9 മണിക്കാണ് ചാർജ് എടുക്കേണ്ടതെങ്കിൽ 9 മണിക്ക് തന്നെ ചാർജ് എടുക്കുക. നിങ്ങളുടെ ജോലി ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്യുക. അത് മറ്റൊരാളെ കാണിക്കാനോ മറ്റൊരാളുടെ പ്രശംസയ്ക്കോ മറ്റുള്ളവരുടെ ഇകഴ്ത്തലിനോ ഒന്നും വേണ്ടിയല്ല. സ്വയം അവനവനോട് സത്യസന്ധമാകുക, സ്വന്തം തൊഴിലിൽ സത്യസന്ധനാകുക, ഏതൊരു കാര്യം പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയുക, സത്യസന്ധമായിട്ട് ചിരിക്കുക. ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഇത് ശിവകൃപയുള്ളവരിൽ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സത്യബോധം ഉണ്ടായി വരും, അത് ശിവകൃപ തന്നെയാണ്. അതുപോലെ ഈ ശിവകൃപയുള്ളവർക്ക് എപ്പോഴും മറ്റു സഹജീവികളോട് എപ്പോഴും ഒരു കരുണ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഉള്ള ആളുകളെല്ലാം ശിവകൃപയുള്ളവരാണ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ശിവഭഗവാൻ ഉണ്ട്, അമ്മ പാർവതീദേവി ഉണ്ട്, മാത്രമല്ല ഗുരുക്കന്മാരും ഒക്കെ നിങ്ങളുടെ കൂടെ കാണുമെന്നുള്ളതാണ്. ഇനിയും ഗുരുകൃപയുള്ളവർ, അതായത് ഗുരുവിനെ ഈശ്വരനായിട്ട് കാണുന്നവർ, അവരും ശിവകൃപയുള്ളവരാണ്. ഗുരു എന്ന് പറഞ്ഞാൽ നല്ല ഗുരു ആയിരിക്കണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്തുള്ള ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ലവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഞാൻ നല്ലവരുടെ കാര്യം മാത്രം ഉദ്ദേശിക്കുന്നത്. അപ്പൊ സദ്ഗുരുക്കന്മാരെ ഈശ്വരനായിട്ട് കാണുന്നവർക്കെല്ലാം അപ്പോഴേ ശിവകൃപ കൈവരും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ലക്ഷണങ്ങളുള്ളവരെല്ലാം ശിവന്റെ അപാരമായ കൃപയുള്ളവരാണ്, പാർവതീദേവിയുടെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്. അതുപോലെ മഹർഷീശ്വരന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുള്ളവർ തന്നെയാണ്. പിന്നെ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ടവരെ അയാളെ കൊണ്ട് എനിക്ക് നാളെ ഒരു പ്രയോജനം വരുമല്ലോ എന്ന് വിചാരിച്ച് അയാൾക്കൊരു സഹായം ചെയ്യരുത്. ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മനസ്സ് ഉണ്ടെങ്കിൽ അത് ഭഗവാൻ പരമേശ്വരന്റെ കൃപയുള്ളവർക്കേ അത് ഉണ്ടാകത്തുള്ളൂ. അവർ അമ്പലത്തിൽ പോകണമെന്നോ ഒന്നുമില്ല, അവർ ആ ഒരു സത്യസന്ധമായിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് ശിവനോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം അവരിൽ ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതെല്ലാം ആ ശിവന്റെ അനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ചിലർ എന്നോട് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, ഇന്ന നാളുകാർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ
ഇന്ന നാളുകാരെന്നില്ല, ഏത് നാളുകാരനാണേലും നല്ലത് ചിന്തിക്കുന്നവൻ, നല്ലത് ചെയ്യുന്നവൻ, സത്പ്രവൃത്തി ചെയ്യുന്നവൻ, ഉള്ളിൽ നന്മയുള്ളവന് എല്ലാം ശിവന്റെ അനുഗ്രഹമുള്ളവരാണ്. പിന്നെ ഇതുപോലെ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും, ചില നന്മകൾ പ്രകടിപ്പിക്കും. അങ്ങനെയുള്ളവരെല്ലാം ശിവന്റെ അനുഗ്രഹമുള്ളവരാണ്. സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.